ഗുഡ് ഈവനിങ് ഓൾ. സോ ഇന്ന് നമ്മൾ പ്ലാന്റ് ഫിസിയോളജി ടോപ്പിക്കിലെ ഒരു ഏരിയയാണ് നോക്കുന്നത് CSIR നെറ്റ് ലൈഫ് സയൻസ് എക്സാമിന് വേണ്ടിയിട്ട്. സോ പ്ലാന്റ് ഫിസിയോളജിയിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഫോട്ടോസിന്തസിസ്, ഫ്ലവറിങ്, ട്രാൻസ്പോർട്ട്, ഫോട്ടോബയോളജി ഏരിയാസ് ഒക്കെയാണ് CSIRന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളത്. സോ ഫ്ലവറിങ് എന്നുള്ള ഏരിയയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മോർണിംഗ് ഷിഫ്റ്റ്, ഈവനിങ് ഷിഫ്റ്റ്, ഡിസംബർ, ജൂൺ എക്സാംസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ എക്സാമിനും ബി പാർട്ടിൽ 1-2 ക്വസ്റ്റ്യൻസും സി പാർട്ടിലും അതുപോലെ തന്നെ 2 ക്വസ്റ്റ്യനോളം വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് ഫ്ലവറിങ് എന്ന് പറയുന്നത്. സോ ഫ്ലവറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ ബോട്ടണി സ്റ്റുഡൻസ് അല്ലാത്തവരുണ്ടായിരിക്കും, എന്നാലും നിങ്ങൾക്കറിയാം എന്താ ഒരു പ്ലാന്റിൻ്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റിൻ്റെ ഫ്ലവർ ആണ് അല്ലേ? അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതതിൻ്റെ ഒരു ഡെവലപ്മെന്റൽ പാർട്ടാണ്. നമുക്കിവിടെ നോക്കാനുള്ളത് ഫ്ലവറിങ്ങിന്റെ റെഗുലേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഞാനിപ്പോ ഈ ഒരു ടോപ്പിക്കിന് വേണ്ടി റെഫർ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് തെയ്സ് ആൻഡ് സൈഗറിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ തെയ്സ് ആൻഡ് സൈഗറിന്റെ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫ്ലവറിങ്ങിന്റെ മൊഡ്യൂൾ അല്ലെങ്കിൽ ഫ്ലവറിങ്ങിന്റെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 20th ചാപ്റ്റർ ആണ് തെയ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ. കാരണം നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ തെയ്സ് ആൻഡ് സൈഗറിന്റെ ടെക്സ്റ്റ് ബുക്സിൽ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് റെഗുലേഷൻ ഓഫ് ഫ്ലവറിങ് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, നമുക്കറിയാം ഫ്ലവറിങ് എങ്ങനെ ഫ്ലവർ ആണ് ആൻജിയോസ്പേമിന്റെ കേസിൽ അല്ലെങ്കിൽ ഹയർ പ്ലാന്റ്സിന്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നറിയാം. ഫ്ലവറിൽ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് പറയും? ആൻഡ്രീഷ്യം എന്ന് പറയും. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ ഗൈനീഷ്യം എന്ന് പറയും. അവർ തമ്മിൽ പോളിനേറ്റ് ചെയ്തിട്ടാണ് ഫ്ലവറിങ് നടക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് റെഗുലേഷൻ ഓഫ് ഫ്ലവറിങ് ആണ്. ഇതിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചും കാണാറ്. ഓക്കെ, സോ ഫസ്റ്റ് റെഗുലേഷൻ ഓഫ് ഫ്ലവറിങ് പറയുന്ന സമയത്ത് ജനറലി എക്സ്പെരിമെന്റ് നടത്തി നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് 3 കാറ്റഗറി ഓഫ് റെഗുലേഷൻ ആണ് ഫ്ലവറിങ്ങിൽ കാണുന്നത്. ഓക്കെ, ദ 3 മേജർ കാറ്റഗറി ഓഫ് റെഗുലേഷൻ ഓഫ് ഫ്ലവറിങ് ആർ ഓട്ടോണോമസ് റെഗുലേഷൻ, ഒബ്ലിഗേറ്റ് ഓർ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് ആൻഡ് ഫാക്കൾട്ടേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഓട്ടോണോമസ് റെഗുലേഷൻ. ഓട്ടോണോമസ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓട്ടോണോമസ് എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ അവർക്ക് സെൽഫ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അല്ലെങ്കിൽ സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അവർക്ക് ഉണ്ടായിരിക്കും. സിമിലർ ടു ദാറ്റ്, autonomous regulation means flowers are strictly response to their internal factors. internal factors എങ്ങനെയാണോ ഫ്ലവറിങ്ങിനെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഫ്ലവറിങ്ങിന് വേണ്ടി സിഗ്നലിംഗ് നടക്കുന്നത്, അതായിരിക്കും അവരുടെ ഫ്ലവറിങ്ങിന്റെ റെഗുലേഷൻ എന്ന് പറയുന്നത്. വിത്തൗട്ട് എനി ഇന്ററാക്ഷൻ വിത്ത് എൻവറോൺമെന്റിന് കാര്യപ്പെട്ട റോളൊന്നും ഇല്ലാതെ ഓട്ടോണോമസ്ലി അവർ റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓട്ടോണോമസ് regulation. Okay, and next one is obligative or qualitative response. In obligative or qualitative response, it is actually based on the environmental cues. അതായത് എൻവിറോൺമെന്റൽ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒബ്ലിഗേറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റെസ്പോൺസ് കാണുന്നത്. അതിലെന്താണ് ആ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടറിന്റെ കഴിവാണ് ഫ്ലവറിങ്ങിനെ നിയന്ത്രിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു എൻവിറോൺമെന്റൽ ഫാക്ടർ ആണ് എന്ത്? ലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ലൈറ്റ് എന്നുള്ള ഒരു ഫാക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ഫ്ലവറിങ്ങിനെ നിയന്ത്രിക്കുന്നത്. സോ ആ കേസ് ആണെങ്കിൽ ആ ഫ്ലവറിങ് എന്നുള്ള ആ ഒരു ഈ ഫ്ലവർ ചെയ്യുക, ഒരു പ്ലാന്റ് ഫ്ലവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സാണ്. നമ്മളത് ഏതൊക്കെയാണ് ഫേസുകൾ എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളിപ്പോ മനസ്സിലാക്കുക, ഒരു നീണ്ട പ്രോസസ്സാണ് എന്ത്? ഫ്ലവറിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ അത്തരത്തിലുള്ള ഒരു നീണ്ട പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ആ ഒരു എൻവിറോൺമെന്റൽ ഫാക്ടർ റിക്വയർഡ് ആണ്. ആരുടെ കേസിൽ? ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഒബ്ലിഗേറ്റീവ് റെഗുലേഷൻ കാണിക്കുന്ന പ്ലാന്റ്സിന്റെ കേസിൽ. തേർഡ് വൺ എന്ന് പറയുന്നത് ഫാക്കൾട്ടേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഫാക്കൾട്ടേറ്റീവ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ പീരീഡ് വരെ അവർക്ക് എന്ത് വേണം? എൻവിറോൺമെന്റൽ
ക്യൂസ് അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ ഇൻഫ്ലുവൻസ് വേണം. അത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് അവർക്ക് അവരുടെ ഫ്ലവറിങ്ങും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതായത് ഇപ്പോൾ ഡെവലപ്മെന്റൽ സ്റ്റേജ് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു പീരീഡ് വരെ അവർ എന്ത് ചെയ്യും? ലൈറ്റ് ഡിപ്പെൻഡന്റ്, ഞാൻ എക്സാമ്പിൾ ലൈറ്റ് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഡിപ്പെൻഡന്റ് മാനറിലാണ് അവർ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവരുടെ തന്നെ റെസ്പോൺസ് ഇൻഡിവിജ്വലി അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതാണ് 3 കാറ്റഗറി ഓഫ് ഫ്ലവറിംഗ് റെഗുലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള ഈ 3 ടേംസും അവരുടെ മീനിങ്ങും ഓർത്ത് വയ്ക്കുക. CSIR-ന് സ്റ്റേറ്റ്മെന്റ്സ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഓരോന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ കൺട്രോൾ ഓഫ് ഫ്ലവറിംഗ് ആൻഡ് ഫ്ലോറൽ ഡെവലപ്മെന്റ്. ഇങ്ങനെയാണ് തെയ്സിൽ നമ്മളെ ചാപ്റ്ററിന്റെ ഹെഡിങ് വരുന്നത്, ദ കൺട്രോൾ ഓഫ് ഫ്ലവറിംഗ് ആൻഡ് ഫ്ലോറൽ ഡെവലപ്മെന്റ്. സോ അവര് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, മോഡിഫൈഡ് ഷൂട്ടാണ് അല്ലെ. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു ടേമാണ് ഫ്ലവർ എന്ന് പറയുന്നത്. മോഡിഫൈഡ് ഷൂട്ടാണ്. കാരണം നമുക്കറിയാം എന്താ, ഒരു എഗ്ഗും ഒരു സ്പേമും, അതായത് ഇപ്പൊ പ്ലാന്റിന്റെ കേസിലാകുമ്പോൾ പൊള്ളൻ ഗ്രെയിനും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്താൽ ആദ്യം ഉണ്ടാവുന്ന സൈഗോട്ടിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല, സൈഗോട്ട് ഈ ഭാഗം ഫ്ലവർ ആവുന്നു, അങ്ങനെ നമുക്ക് എഴുതി വെച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എംബ്രിയോ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് കാണാൻ വേണ്ടി പറ്റും? ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും, അല്ലെങ്കിൽ ഷൂട്ട് ആവാൻ വേണ്ടിയിട്ട് കോളിയോപ്റ്റൈൽ എന്നുള്ള റീജിയനും റൂട്ട് ആവാൻ വേണ്ടി കോളിയോ റൈസ എന്നുള്ള റീജിയൻ. അങ്ങനെയാണ് പ്ലാന്റ്സിൽ പൊതുവെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇന്ന പൊസിഷൻ ഫ്ലവർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റിൽ റെഗുലേറ്റ് ചെയ്തിട്ടില്ല. ലേറ്റർ നമുക്കറിയാം എന്താ, ഈ ഷൂട്ടാണ് പിന്നീട് ഷൂട്ട് ഒരു പീരീഡ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലവർ ആയിട്ട് മാറുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലവർ എന്ന് പറയുന്നത് മോഡിഫൈഡ് ഷൂട്ടാണ്. സോ മോഡിഫൈഡ് ഷൂട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഡെവലപ്മെന്റിൽ നമുക്ക് 3 ഫേസസ് ആക്കിയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു പ്ലാന്റ് ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ്, അതായത് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ലെവൽ ഓഫ് ഫെർട്ടിലൈസേഷൻ വരെ, അതായത് ഒരു ചെറിയൊരു തൈ മുളയ്ക്കുന്നത് മുതൽ അത് പൂവിടുന്നത് വരെയുള്ള ആ ഒരു പീരിയഡിനെ നമ്മൾ നമ്മുടെ കേസ് തിരിക്കാറില്ലേ? ചൈൽഡ്, അഡൾട്ട്, അഡോളസെൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തിരിക്കാറില്ലേ? അഡോളസെൻസ്, അഡൾട്ട് എന്നുള്ള ഒരു ഗ്രഡേഷനിൽ തിരിക്കുന്ന പോലെ പ്ലാന്റ്സിന്റെ കേസിലും നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റും. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? ഫേസ് ചേഞ്ച് എന്ന് പറയും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ആ ഒരു കണ്ടിന്യൂസ് ചേഞ്ചിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഫേസ് ചേഞ്ച് എന്നാണ് പറയുക. സോ ആ ഫേസ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് 3 ഫേസസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് ഫേസ് ചേഞ്ചിന്റെ ടൈപ്പുകളാണ്, അതിന്റെ റെഗുലേഷൻ എങ്ങനെയാണ്. ഇതിൽ നിന്ന് ലാസ്റ്റ് അല്ല, 2023 ഡിസംബറിലും അതുപോലെ തന്നെ 2023 ജൂണിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കാം. ലാസ്റ്റ് ടൈം വരാത്തത് കൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. സോ പോസ്റ്റ് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ നമ്മൾ പറഞ്ഞു എന്താ, 3 ഫേസ് ആണ് വരുന്നത്. ഒന്ന് ജുവനൈൽ ഫേസ്, നമ്മൾ നമ്മുടെ കേസിൽ ചൈൽഡ് എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസിനെയാണ് നമ്മൾ ജുവനൈൽ ഫേസ് എന്ന് പറയുന്നത്. ഫോളോഡ് ബൈ അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസ്. ഓക്കെ, അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസ്, അതായത് അഡൾട്ട് ആയി പക്ഷെ എന്തിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല? അതിന് ഫ്ലവർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. ഇപ്പൊ ഒരു ഹ്യൂമൻ ബേബിയുടെ കേസ്, സപ്പോസ് ഒരു ഫീമെയിൽ ഗേളിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഫീമെയിലിന്റെ കേസിൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എപ്പോഴാണ് എത്തുന്നത്? നമ്മളെ മെനിസ്ട്രേഷൻ എന്നുള്ള പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. സോ ബിഫോർ ദാറ്റ്, മെനിസ്ട്രേഷന് തൊട്ട് മുന്നേ ആ കുട്ടി എത്തി നിൽക്കുന്ന ആ ഒരു സിമിലർ സിറ്റുവേഷൻ ആണ് അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ലേറ്റർ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അഡൾട്ട് റീപ്രൊഡക്റ്റീവ് ഫേസ്. സോ പ്ലാന്റ്സിന്റെ കേസിലാകുമ്പോൾ അഡൾട്ട് റീപ്രൊഡക്റ്റീവ് കേസിലാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലവറിങ് നടക്കുന്നത്. ഓക്കെ, ഇതാണ് മേജർ ആയിട്ട് വരുന്ന 3 ഫേസ്. ഈ ഫേസ് ചേഞ്ചിനെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫേസ് ചേഞ്ച് എന്ന് പറയാം. അപ്പൊ ഈ ഫേസ് ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഫേസ് ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ് ആണ് ന്യൂട്രിയൻസ്, ഗിബർലിൻ ഹോർമോൺസ്, അല്ലെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ട് നടക്കുന്ന ചില സിഗ്നൽസും കാര്യങ്ങളൊക്കെ. ചില പ്ലാന്റ്സിൽ എന്താണ്, ലൈറ്റ് ഒരു ഫാക്ടറാണ്. നമ്മൾ പറഞ്ഞ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. ചില കേസിൽ കുറച്ചു കാലം ഡിപ്പെൻഡ് ചെയ്ത് പിന്നീട് സ്വന്തം റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു.
സോ ഈ ലൈറ്റ് എന്ന് പറയുന്ന ഫാക്ടറും എന്താണ് ജുവനൈൽ ഫേസിനെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഫേസിനെ റെഗുലേറ്റ് ചെയ്യുക. റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഒരേ സമയം മുന്നോട്ടും അത് ചിലപ്പോൾ റിട്ടാർഡിങ് നെഗറ്റീവ് എഫക്റ്റും. നമ്മൾ റെഗുലേഷൻ എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം നമുക്കറിയാം എന്താ, പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് മാത്രമെന്നല്ല, അതിന്റെ റിട്ടാർഡ് ചെയ്യാനുള്ള എബിലിറ്റി ആണോ, എന്തെങ്കിലും ഒരു ചേഞ്ച്, അതാണ് നമ്മൾ റെഗുലേഷൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് ഗിബർലിൻ ന്യൂട്രിയൻസ് ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന് റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. സൂക്രോസ്, അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ത്രഹലോസിക്സ് ഫോസ്ഫേറ്റ്, അതിനൊക്കെ എന്ത് റോൾ ഉണ്ട് ഈ റെഗുലേഷന് വേണ്ടിയിട്ട്, അതായത് ഈ ഫേസ് ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ത്രഹലോസിക്സ് ഫോസ്ഫേറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ കാരണം ഒരിക്കൽ ബി പാർട്ടിൽ ചോദിച്ചിരുന്നു, അറാബിഡോപ്സിന്റെ കേസിൽ ഏത് കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾ ആണ് നമ്മുടെ ഫേസ് ചേഞ്ച് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെയല്ല ചോദിച്ചത്. നമ്മുടെ ഇവര് അതായത് ഫ്ലവറിങ് ത്രഹലോസിക്സ് ഫോസ്ഫേറ്റ് ഇല്ലാതെ നമ്മളിപ്പോ ഇപ്പത്തെ CSIR ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ജീൻ നോക്കൗട്ട് എന്നൊക്കെയുള്ള കേസിലാണ് പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞത് ത്രഹലോസിക്സ് ഫോസ്ഫേറ്റ് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ എങ്ങനെയായിരിക്കും ഫ്ലവറിങ്, എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻസ് വരിക എന്നാ ചോദിച്ചു. അപ്പൊ അവിടെ എന്തായിരിക്കും, ത്രഹലോസിക്സ് ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിൽ ഫ്ലവറിങ് കുറച്ച് നേരത്തെ നടക്കും, അല്ലെങ്കിൽ അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസ് ടു അഡൾട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്കുള്ള ട്രാൻസിഷനെ കുറച്ച് ഈസി ആക്കുന്ന ആൾക്കാരാണ് ആര്, ത്രഹലോസിക്സ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, നമ്മുടെ ചില ന്യൂട്രിയൻസ് വരുന്നുണ്ട്, പിന്നെ ആരൊക്കെ വരുന്നുണ്ട്, ഗിബർലിൻ, ചില ഹോർമോൺസ് റിലേറ്റഡ് സിഗ്നലിംഗ് വരുന്നുണ്ട്, എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ നമ്മുടെ കെമിക്കൽസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. കെമിക്കൽസ് എന്നല്ല, ഒരു കാർബോഹൈഡ്രേറ്റ് ആ ഒരു കണ്ടന്റ് രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ നമ്മൾ എല്ലാ മെക്കാനിസത്തിനും ജീൻ ലെവൽ റെഗുലേഷൻസ് പ്രസന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ജീൻ ലെവൽ റെഗുലേഷൻ നോക്കുമ്പോൾ ഫ്ലവറിങ് റെഗുലേറ്റ് ചെയ്യുന്നത് മൈക്രോ RNAs ആണ്. ഓക്കെ, ഫ്ലവറിങ്ങിന്റെ കേസിൽ നമ്മൾ ജീൻ ലെവലിൽ അല്ലെങ്കിൽ റെഗുലേഷൻ ഇൻ അറാബിഡോപ്സിസ് ആണ് നമ്മുടെ മോഡൽ പ്ലാന്റ് ആയിട്ടുള്ള അറാബിഡോപ്സിസില് നമ്മൾ ഫേസ് ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, മൈക്രോ RNAs ആണ്. മൈക്രോ RNAസിനെ കുറിച്ച് അറിയില്ലേ, വളരെ ചെറിയ നമ്പർ ഓഫ് ബേസ് പെയേഴ്സ് ഉള്ള റെഗുലേഷന് കാരണമാകുന്ന, അതായത് പൊതുവെ ജീൻ സൈലൻസിങ് ആണ് അവരുടെ പരിപാടി, പക്ഷെ നമ്മൾ പറയാറ് എങ്ങനെയാണ്, അവര് മൈക്രോ RNAs ജീൻ റെഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അവര് എന്തിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലവറിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അറാബിഡോപ്സിസിൽ. ഈ പിക്ചർ ചോദിച്ചതാണ്, രണ്ടോ മൂന്നോ വട്ടം ചോദിച്ചതാണ്. ഈ താഴെയുള്ള ഈ ജീനിന്റെ പിക്ചറും അതുപോലെ തന്നെ ഈ മേലെയുള്ളതും. നമുക്കിനി ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താ, പ്ലാന്റ്സിന്റെ കേസിൽ 3 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ആ 3 ഫേസസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജുവനൈൽ ഫേസ്, വെജിറ്റേറ്റീവിൽ തന്നെ അഡൾട്ടിൽ തന്നെ വെജിറ്റേറ്റീവ് ഫേസും, അഡൾട്ടിൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തായി, പൂവിടുന്ന അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യുന്ന റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു. ഇത്രയാണ് നമ്മൾ 3 ഫേസസ് എന്ന് പറയുന്നത്. സോ അറാബിഡോപ്സിസിന്റെ കേസിൽ 2 ടൈപ്പ് ഓഫ് മൈക്രോ RNAs ആണ് ഫ്ലവറിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. ഫ്ലവറിങ്ങിന് അറാബിഡോപ്സിസിന്റെ കേസിൽ 2 മൈക്രോ RNAs ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. വൺ is MIR 156 and another one is MIR 172. ഓക്കെ, MIR 156ഉം അതുപോലെ തന്നെ MIR 172ഉമാണ് അറാബിഡോപ്സിസിന്റെ കേസിൽ ഫ്ലവറിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന മൈക്രോ RNAs എന്ന് പറയുന്നത്. അതിൽ തന്നെ MIR 156 എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ഫേസിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് റീപ്രൊഡക്റ്റീവ് ഫേസിലുള്ളതിനേക്കാൾ വളരെയധികം എമൗണ്ട് കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ജുവനൈൽ ഫേസിലാണ്. അപ്പൊ ഈ പിക്ചറിന്റെ ഒരു ട്രാൻസിഷൻ നോക്കൂ. ജുവനൈൽ ഫേസിൽ MIR 156 വളരെയധികം റേറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അത് പിന്നീട് അഡൾട്ട് വെജിറ്റേറ്റീവ് ആവുമ്പോഴും ഉണ്ട്, പിന്നീട് ലേറ്റർ നോക്കൂ റീപ്രൊഡക്റ്റീവ് ഫേസ് എത്തുമ്പോഴേക്കും ഡിക്ലൈൻ ചെയ്ത് 0 എത്തുന്ന രീതിയിലാണ് ചിത്രം മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ആര് ഹൈലൈറ്റ് ചെയ്യുന്നു, MIR 172 ഹൈലൈറ്റ് ചെയ്യുന്നു.
സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? MIR 172 ആണ് ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന മൈക്രോ RNA. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് MIR 156 ജുവനൈൽ വെജിറ്റേറ്റീവ് ഫേസിന്, ജുവനൈൽ ആൻഡ് അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതേസമയം MIR 172 റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് സ്റ്റേജിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ സെക്കൻഡ് പിക്ചറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിന്റെ എക്സാക്ട് മെക്കാനിസം എങ്ങനെയാണ്? ഇവര് മൈക്രോ RNAs ആണ്. മൈക്രോ RNAs എന്താ ചെയ്യുന്നത്? പ്രോട്ടീനെ എൻകോഡ് ചെയ്യുന്ന ചില ജീൻസിൽ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില ജീൻസിനെ സൈലൻസ് ചെയ്തുകൊണ്ടാണ് ഈ ആക്ഷൻസ് ചെയ്യുന്നത്. അപ്പൊ ആ ജീൻസ് ഏതൊക്കെയാന്നുള്ളതാണ് സെക്കൻഡ് പിക്ചർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ MIR 156 ഞാൻ പറഞ്ഞു എന്താ, അവർക്ക് ഫ്ലവർ ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഫ്ലവറിങ്ങിന് കാരണക്കാരായിട്ടുള്ള ചില ജീനുകളെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, MIR 156 ജുവനൈൽ ഫേസ് ആണ്. പ്ലാന്റ് എന്താണ്? ചെറിയ പ്ലാന്റ് ആണ്. ഓക്കെ, പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്ലവർ ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഫ്ലവറിങ്ങിന് കാരണമാവുന്ന ചില ജീൻസിനെ റിപ്രസ് ചെയ്യും. ആ ജീൻസിന് എക്സാമ്പിൾ ആണ് SPL9 ആൻഡ് SPL10 എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലവറിങ്ങിന്റെ അവർ, അതായത് ഇപ്പൊ നമുക്ക് ഫ്ലവറിങ് വേണ്ട, സോ അവരെന്ത് ചെയ്യും? SPL9നെയും SPL10നെയും, ഇവരൊരു DNA എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഉള്ളത് ഒരു സിംഗിൾ, അതായത് ഇവർ രണ്ട് ജീനെയും എന്ത് ചെയ്യും? മനസ്സിലായി, രണ്ട് ജീനെയും MIR 156 ഇൻഹിബിറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. സിമിലർ ടു ദാറ്റ്, ഈ MIR 156 തന്നെ ആരൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും? SPL3, SPL4 ആൻഡ് SPL5. ഈ ഒരു ഗ്രൂപ്പിനെ ഇവരെന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. MIR 156 ഇൻഹിബിറ്റ് ചെയ്യും. ശരിക്കും ഇവര് ചെറുപ്പത്തിലേ ഈ പ്ലാന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ SPL3, SPL4, SPL5 ഫ്ലവറിന്റെ അല്ലെങ്കിൽ ഷൂട്ടിന് ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കോംപ്ലീറ്റൻസ് അല്ലെങ്കിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോംപ്ലീറ്റൻസ് കൂട്ടുമായിരുന്നു. അതായത് ഇവര് പണ്ടേ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുക? MIR 156 ഫ്ലവറിങ് നടത്താൻ സമ്മതിക്കില്ല. എങ്ങനെ ചെയ്തുകൊണ്ട് ഫ്ലവറിങ് ഡയറക്റ്റ് കോംപ്ലീറ്റൻസ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ പ്രത്യേകത SPL9ഉം 10ഉം ആണ് എന്ത് ചെയ്യുന്നത്? MIR 172നെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ പ്ലാന്റ് യങ്ങർ സ്റ്റേജിലാവുന്ന സമയത്ത് നമുക്ക് ഫ്ലവറിങ് വേണ്ട. നമ്മൾ പറഞ്ഞു ഫ്ലവറിങ്ങിന്റെ MIRNA അല്ലെങ്കിൽ മൈക്രോ RNA എന്ന് പറയുന്നത് ആരാണ്? 172 ആണ്. സോ ഏർലി സ്റ്റേജിലെ ഫ്ലവറിങ് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? SPL9നെയും SPL10നെയും ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതുവഴി യങ്ങർ സ്റ്റേജിൽ MIR 172 ഉണ്ടാവുന്നില്ല. MIR 172 ഉണ്ടാവുന്നില്ലെങ്കിൽ അവരെന്തു ചെയ്യുന്നു? AP2 ലൈക്ക് പ്രോട്ടീൻസിനെ അവര് അതായത് AP2 ലൈക്ക് പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. നമ്മൾ ഈ പ്ലാന്റ് ചെറുതാകുമ്പോഴുള്ള കേസാണ് പറയുന്നത്. ചെറുതാകുമ്പോൾ ആരില്ല? SPL9ഉം SPL10ഉം ഇല്ല. കാരണം MIR 156 വരെ ഇൻഹിബിറ്റ് ചെയ്തു. അവർ ഇല്ലാത്തതുകൊണ്ട് ആരില്ല? MIR 172 ഇല്ല. MIR 172 ഇല്ല. ഈ MIR 172 ഇല്ലാത്തത് കൊണ്ട് AP2 ലൈക്ക് പ്രോട്ടീൻസ് ചെറുപ്പത്തിൽ ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കുക, ഇത് ശരിക്കും ശ്രദ്ധിക്കണം. MIR 172 ചെറുപ്പത്തിലില്ല. അതുകൊണ്ട് ആരുണ്ടായിരിക്കും? AP2 ലൈക്ക് പ്രോട്ടീൻസ് ചെറുപ്പത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും? ഫ്ലവറിങ്ങിനെ റിപ്രസ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്ലാന്റ് വലുതായി വരും, അതായത് അഡൾട്ട് എത്തി റീപ്രൊഡക്റ്റീവ് ഫേസ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇവിടെ കണ്ടു എന്താ? MIR 172ന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ. സോ ആ സമയത്ത് MIR 172ന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാ കൂടുന്നത്? അഡൾട്ട് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുന്ന സമയത്ത് SPL9ന്റെയും SPL10ന്റെയും പ്രൊഡക്ഷൻ കൂടും. ഓക്കെ, അഡൾട്ട് റീപ്രൊഡക്റ്റീവ് ഫേസ് എത്താനാകുമ്പോൾ SPL9ന്റെയും SPL10ന്റെയും പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കൂടും. അങ്ങനെ അവർ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ MIR 172 എന്ത് ചെയ്യും?
അവരുടെ പ്രൊഡക്ഷൻ കൂടും. കാരണം SPL9 10 ആണ് MIR172 ഉണ്ടാക്കുന്നത്. അഡൾട്ട് റീപ്രൊഡക്റ്റീവ് ഫേസ് എത്തുമ്പോൾ 156ന്റെ എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഇവരെ എമൗണ്ട് കൂട്ടും. ഇവരെ എമൗണ്ട് കൂട്ടിക്കഴിയുമ്പോൾ MIR172ന്റെ എമൗണ്ട് കൂടും. MIR172 ഈ ജീനുകളെ സപ്രസ് ചെയ്യും. ഓക്കെ, AP2 ആൻഡ് AP2 പ്രൊമോട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ഫ്ലവറിങ്ങിന് 3 ഫേസസ് ആണുള്ളത്. ജുവനൈൽ ഫേസ്, അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസ്, അഡൾട്ട് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇതിൽ ഫസ്റ്റ് 2 ഫേസുകളെ, അതായത് ജുവനൈൽ ആൻഡ് അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് മൈക്രോ RNA 156. ഫ്ലവറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് മൈക്രോ RNA 172. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? ഓക്കെ, ഈ പിക്ചറാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു താഴത്തെ ഈ ഒരു ഫ്ലോ ചാർട്ടാണ് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്. ചെറുപ്പത്തിൽ പ്ലാന്റ് ചെറുതാണ്, അതായത് ജുവനൈൽ അല്ലെങ്കിൽ അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസിലേക്ക് എത്തുന്നേള് കുഞ്ഞു പ്ലാന്റ് ആണ്. അപ്പൊ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു? MIR156ന്റെ എമൗണ്ട് വളരെയധികം കൂടുതലാണ്. നമ്മളിവിടെ പിക്ചറിൽ കാണുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ MIR156 ആ സമയത്ത് കൂടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന 2 പരിപാടിയാണ്. ഈ 2 കാറ്റഗറി ഓഫ് ജീൻസിനെ അവരെന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. ആ കാറ്റഗറി ഓഫ് ജീൻസ് ആണ് ആരൊക്കെ? SPL9 ആൻഡ് SPL10 അതൊരു സെറ്റ്, SPL3, SPL4, SPL5 അത് അടുത്ത സെറ്റ്. ഇവര് ഇത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും? ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യും. കാരണം ചെറുപ്പത്തിൽ പൂവിടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതിൽ തന്നെ SPL3, SPL4, SPL5 ഫ്ലവറിന് കോമ്പീറ്റൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോമ്പീറ്റൻസ് കൊടുക്കുന്ന ആളായിരുന്നു. ചെറുപ്പത്തിൽ നമുക്ക് ഫ്ലവർ വേണ്ടാത്തതുകൊണ്ടും ഇവർ ഇൻഹിബിറ്റ് ആയതുകൊണ്ടും ഫ്ലവറിന് കോമ്പീറ്റൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് SPL9, SPL10 ആണ്. SPL9 ആൻഡ് SPL10 എന്ന് പറയുന്നത് MIR172ന്റെ പ്രൊഡക്ഷന് റോളുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ അഡൾട്ട് ലീഫ് മോർഫോളജി, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട, നമുക്കിവിടെ ഫ്ലവറിങ്ങിന്റെ കേസാണ് പറയാനുള്ളത്. സോ SPL9ഉം 10ഉം ആയിരുന്നു MIR172നെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആൾക്കാർ. പക്ഷെ അവര് എന്താണ്, ഇപ്പോൾ നമ്മൾ ചെറിയ പ്ലാന്റ് ആണ്, ചെറിയ പ്ലാന്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് വേണ്ട? ഫ്ലവറിങ് വേണ്ട, ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യണ്ട. സോ ഇവര് MIR156 ഇവരെ ഇൻഹിബിറ്റ് ചെയ്യും, 9നെയും 10നെയും ഇൻഹിബിറ്റ് ചെയ്യും. അതുവഴി ചെറിയ പ്ലാന്റ്സിൽ MIR172 ഉണ്ടാവുന്നില്ല. MIR172 ചെറിയ പ്ലാന്റ്സിൽ ഇല്ലാത്ത കേസിൽ AP2 ലൈക്ക് പ്രോട്ടീൻസ് ആക്റ്റീവ് ആവുന്നു, അവർ ഫ്ലവറിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇനി പ്ലാന്റ് വലുതായി വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ അഡൾട്ട് വെജിറ്റേറ്റീവ് ഫേസിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയമാകുമ്പോൾ നമ്മൾ ഇവിടുത്തെ പിക്ചർ പ്രകാരം, മേലെയുള്ള പിക്ചർ പ്രകാരം നമുക്കറിയാം എന്താ? MIR172ന്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. അതെങ്ങനെ കൂടുക? ആ ഒരു ഫേസ് എത്തുന്ന സമയത്ത് SPL9, SPL10 ആക്റ്റീവ് ആവുന്നു. SPL9, SPL10 ആക്റ്റീവ് ആവുന്നത് കൊണ്ട് MIR172 നല്ല റേഞ്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. MIR172 നല്ല എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് AP2 ലൈക്ക് പ്രോട്ടീൻസിനെ സപ്രസ് ചെയ്യുന്നു. ഓക്കെ, AP2 ലൈക്ക് പ്രോട്ടീൻസിനെ സപ്രസ് ചെയ്യുന്നു, അതുവഴി ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഈ പിക്ചർ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പിക്ചറിൽ നിന്ന് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും ക്ലിയർ കട്ടാക്കിയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസിന് സ്റ്റേറ്റ്മെന്റ് ആക്കി കൊടുത്തതാണ്. MIR156 ജുവനൈൽ അഡൽട്ട് ട്രാൻസിഷനിലാണ് ചെയ്യുന്നത്. MIR172 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ RNA ആണെന്നാണ് പറഞ്ഞത്. സോ ഈ സെക്ഷനിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് ഫ്ലവറിങ്ങിന്റെ റെഗുലേഷൻ ടൈപ്സ്, അതിൽ വരുന്ന ചേഞ്ച് പറഞ്ഞു, ഫേസ് ചേഞ്ചിന് ഹെൽപ്പ് ചെയ്യുന്ന ചില കെമിക്കൽസിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? നമ്മൾ ഈ ഒരു മൈക്രോ RNAയുടെ കേസ് പറഞ്ഞു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഫ്ലവറിങ്ങിന്റെ ഫസ്റ്റ്
പോർഷൻ വരുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് ഫ്ലവറിങ് ഒരു പോർഷനേ ആയിട്ടുള്ളൂ. ഫ്ലവറിങ് ഇനി നമുക്ക് എങ്ങനെയാണ്, ലൈറ്റ് റെഗുലേറ്റഡ് ഫ്ലവറിങ് എങ്ങനെയാണ്, അതുപോലെ ഫ്ലവറിങ്ങിന് ചില മോഡൽസ് പറയുന്നുണ്ട്, ABCD മോഡല്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, പ്ലാൻ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് എന്ന് ചോദ്യം ഇല്ലാതെ ഇരിക്കില്ല. അതുപോലെയാണ്. സിമിലർ ടു ദാറ്റ് വെർണലൈസേഷൻ നമുക്ക് പഠിക്കാനുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ മൈക്രോ RNAയുടെ റെഗുലേഷനും കാര്യവും നോക്കുക. ടെക്സ്റ്റ് ബുക്സ് ഈ ഒരു പോർഷൻ തെയ്സ് ആൻഡ് സൈഗറിൽ വളരെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്, സിമിലർ പിക്ചർ ആയിരിക്കും. ആ ഒരു പോർഷൻ ഒന്ന് വായിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു.